അസ്സലാമു അലൈക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിരവധി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉള്ളവരാണ് നമ്മൾ അല്ലേ? ഈ ലക്ഷ്യങ്ങൾക്ക് പിറകെ സഞ്ചരിക്കണമെന്നും ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണമെന്നും അങ്ങനെ ജീവിതത്തിൽ വിജയിക്കണമെന്നും ആഗ്രഹിക്കാത്തവരായിട്ട് ആരാണ് ഈ ലോകത്തുള്ളത്? എല്ലാവരുടെയും ആഗ്രഹം അവരവരാഗ്രഹിക്കുന്ന ആ ഒരു രീതിയിലേക്ക് എത്തിച്ചേരാനും അങ്ങനെ സന്തോഷത്തോടെ ഒരു വലിയ രീതിയിൽ ജീവിതം നയിക്കാനും ഒക്കെ തന്നെയാണ്. ഈ റമദാൻ നമുക്ക് അതിനു വേണ്ടി മാറ്റിവെച്ചാലും ഇന്നത്തെ ദിവസം നമ്മൾ പോകുന്നത് നമ്മുടെ സ്വപ്നങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കും ആഗ്രഹങ്ങളിലേക്കുമാണ്. നമ്മുടെ എല്ലാ സ്വപ്നങ്ങളെയും നിങ്ങളൊന്ന് മനസ്സിലൂടെ വായിച്ചു നോക്കുക. എന്നിട്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു സ്വപ്നം ഒരിക്കലും ഞാൻ അത് ഒഴിവാക്കില്ല. എന്ത് പ്രതിസന്ധി വന്നാലും ഞാനത് നേടിയെടുക്കും എന്ന രീതിയിൽ നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഏതെങ്കിലും ഒരു സ്വപ്നത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇതിനെ ലക്ഷ്യം എന്നാണ് പറയുക. ഇത് കുറച്ചുകൂടെ ലക്ഷ്യമാണ്. ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള ആഴത്തിലുള്ള ആഗ്രഹമാണ്. അപ്പം അങ്ങനെയുള്ള ഒന്നിനെ തിരഞ്ഞെടുക്കുക. കുറേ എണ്ണത്തിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന്. റെഡിയാണോ? ചിലപ്പം നമുക്ക് മനസ്സിലൂടെ ചിലപ്പോൾ അത് തിരഞ്ഞെടുക്കാൻ കഴിയുന്നില്ലാത്തവർ നിങ്ങൾ അതിനെ ഒന്ന് എഴുതി നോക്കുക. എഴുതിയിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുക. എഴുതിയിട്ടും തിരഞ്ഞെടുക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാവും. അപ്പൊ എന്താ ചെയ്യുക? അപ്പൊ കമ്പയർ ചെയ്ത് നോക്കുക. രണ്ട് രണ്ടെണ്ണം ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് രണ്ടും എനിക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാനൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. എനിക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് തരാം എന്ന് പടച്ചവൻ പറഞ്ഞാൽ ഞാൻ ഏതായിരിക്കും തിരഞ്ഞെടുക്കുക? അങ്ങനെയുള്ള ഒന്നിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒന്ന്. റെഡിയല്ലേ? അതെന്താണ് എന്ന് തിരഞ്ഞെടുത്താൽ നിങ്ങൾ ഇതിന്റെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യണേ. അപ്പൊ എനിക്കും കൂടെ അറിയാൻ കഴിയും. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന എസ് എം ടോക്കിലെ 5ാമത്തെ ടാസ്ക് അതിഗംഭീരമായിട്ട് ഒരുപാട് ആളുകൾ ചെയ്തത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ആ സന്തോഷം കൂടെ നിങ്ങൾ ഈ വേളയിൽ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് ഇന്ന് നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം. ഇതാണ് 6ാമത്തെ നമ്മുടെ ചലഞ്ച്. നിങ്ങൾ റെഡിയല്ലേ? ഓക്കെ. ഇന്ന് നമ്മൾ ഈ നോമ്പുള്ള വായും കൊണ്ട്, ഈ നോമ്പുള്ള ഹൃദയവും കൊണ്ട്, ഈ നോമ്പുള്ള മനസ്സും കൊണ്ട് നമ്മൾ റബ്ബിനോട് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമായ ആ ആഗ്രഹത്തെ ചോദിക്കാൻ പോവുകയാണ്. റബ്ബിനോട് മനസ്സറിഞ്ഞ് ചോദിച്ചാൽ തരുമെന്ന് റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ? നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് നൽകാം എന്ന് റബ്ബ് നമുക്ക് ഉറപ്പ് തന്നതാണ്. അപ്പൊ നമുക്കൊന്നും നോക്കാനില്ല. റഹ്മാനായ റബ്ബിനോട് മനസ്സറിഞ്ഞ് ഇന്ന് നമുക്ക് ചോദിക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ ആഗ്രഹത്തെ നമുക്ക് റബ്ബ് നൽകാൻ വേണ്ടി റബ്ബിനോട് ചോദിക്കാം. നിങ്ങൾ റെഡിയല്ലേ? ഇന്ന് ആ ഒരു സംഭവത്തിന് വേണ്ടി മാത്രം നമ്മൾ മാറ്റിവെക്കുകയാണ്. റബ്ബിന്റെ അടുക്കലേക്ക് രണ്ട് കൈയും ഉയർത്തി റഹ്മാനായ റബ്ബിനോട് നമുക്ക് ചോദിക്കാം. റബ്ബേ, എനിക്ക് ഇന്ന ആഗ്രഹങ്ങളുണ്ട് അല്ലാ. നീ ഒരുപാട് ആഗ്രഹങ്ങൾ നിറവേറ്റി തന്നവനാണല്ലോ റബ്ബേ. നീ അതെല്ലാം ഞങ്ങൾക്ക് നേടിത്തരണേ അല്ലാ. അതെല്ലാം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. എനിക്ക് നൽകണേ, അതുപോലെ എന്റെ കൂടെയുള്ളവർക്ക് നൽകണേ. അതായത് നമ്മുടെ ഈ എസ് എം ടോക്കിന്റെ ടീമിന് മൊത്തം നൽകാനും കൂടെ നിങ്ങൾ ദുആ ചെയ്യണം. ഏതെങ്കിലും ഒരാളുടെ ദുആ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ദുആ റബ്ബ് സ്വീകരിച്ചാൽ നമ്മളെല്ലാവരും രക്ഷപ്പെട്ടു. അപ്പം ഇതിലെല്ലാവരും പങ്കാളികളാവുക. ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും എല്ലാവരും ഇത് ചെയ്യുക. അപ്പം ഏതെങ്കിലും ഒരാളുടെ ദുആ റബ്ബ് സ്വീകരിച്ചാൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടില്ലേ? കാരുണ്യത്തിന്റെ കവാടം തുറന്നിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാമെന്ന് നമുക്ക് വാഗ്ദാനം തന്ന നമ്മുടെ റഹ്മാനായ റബ്ബിനോടാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. നമ്മുടെ റബ്ബ് നൽകുക തന്നെ ചെയ്യും. റബ്ബിന് അത്രയും സ്നേഹമാണ് നമ്മളോട്. നമ്മളത് കൃത്യമായ രീതിയിൽ ചോദിക്കാത്തത് കൊണ്ട് മാത്രമാണ് പലപ്പോഴും നമുക്ക് നൽകാത്തത്. നമ്മളൊന്ന് ചോദിച്ചു നോക്കാന്ന് വളരെ കാരുണ്യത്തോടെ, വളരെ ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ, കൽബിന്റെ ഉള്ളിലെ വിശ്വാസത്തോടെ ചോദിക്കണം കേട്ടോ. എന്റെ റബ്ബ് നൽകും. കാരണം ഞാൻ ചോദിക്കുന്നത് റമദാനിലാണ്. എന്റെ വായിൽ നോമ്പുണ്ട്. ഒരു പറ്റ മനുഷ്യർ ഒരുമിച്ചാണ് ചോദിക്കുന്നത്. 3, ഞാൻ എന്റെ റബ്ബ് ഇത്രയും കാലം എനിക്ക് ഇതെല്ലാം നൽകിയിട്ടുണ്ട്. ഇനി ഇതും കൂടി റബ്ബ് നൽകും. ഉറപ്പാണ്. ആ റബ്ബിന്റെ ഖജനാവിൽ എനിക്കുള്ളതും അതിലേറെയും ഒരുപാടുണ്ട്. അതിന്റെ ഒരു ശതമാനം മാത്രമേ ഈ ഭൂമിയിൽ നമ്മൾ മുഴുവൻ അനുഭവിക്കുന്നതുള്ളൂ എങ്കിൽ റബ്ബിന്റെ ഖജനാവിൽ എത്രത്തോളം ഉണ്ട്. ഇനി റമളാന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാരുണ്യത്തിന്റെ കവാടമൊക്കെ തുറന്നിട്ടിരിക്കുകയാണ്. റബ്ബ് നമുക്ക് എന്ത് തരാൻ വേണ്ടിയും റെഡിയായി നിൽക്കുന്ന, ആത്മീയമായിട്ട് നമ്മൾ ഉയർന്നിരിക്കുന്ന ഒരു സമയവും കൂടിയായിരിക്കെ തീർച്ചയായിട്ടും ആ സ്വപ്നം, നമ്മുടെ ആഗ്രഹം നിറവേറുക തന്നെ ചെയ്യും. റബ്ബിന് ഹംദും കൂടെ പറയുക. ഇതുവരെ നമ്മുടെ സ്വപ്നങ്ങൾ നേടിയ
ഓരോ ഘട്ടങ്ങളും മനസ്സിൽ കണ്ട് അതിന് ഹംദ് പറയാനും നിങ്ങൾ മറക്കരുത്. അൽഹംദുലില്ലാ എന്റെ ഇന്ന ആഗ്രഹം റബ്ബേ നീയാണ് നടത്തി തന്നത്. എന്റെ ഇന്ന ആഗ്രഹം റബ്ബേ നീയാണ് നടത്തി തന്നത്. ഇന്ന ആഗ്രഹം റബ്ബേ നീയാണ് നടത്തി തന്നത്. ഓരോന്നും എണ്ണി റബ്ബിനോട് ഹംദ് പറഞ്ഞിട്ട് റബ്ബിനോട് ചോദിക്കുക, റബ്ബേ ഇതും കൂടെ നീ നടത്തി തരണേ അല്ലാഹ്. ഇതും കൂടെ നീ നടത്തി തരണേ റഹ്മാനെ. ഈ രീതിയിലാണ് നിങ്ങൾ ദുആ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് റബ്ബേ ഇതുപോലെ ഇന്ന് സം ടോക്ക് കണ്ടിട്ട് ദുആ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് റഹ്മാനെ. അവരുടെ എല്ലാവരുടെയും ദുആ നീ സ്വീകരിക്കണം. അവരുടെ എല്ലാം ഹലാലായ എല്ലാ മുറാദുകളും നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ എന്നും കൂടെ നിങ്ങൾ ദുആ ചെയ്യുക. നമ്മുടെ ഒരുമിച്ചുള്ള ആ ദുആ റബ്ബ് സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും റഹ്മാനായ റബ്ബ് ഏറ്റവും ഹൈറായ രീതിയിൽ ഹാസിലാക്കി തരുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാ സ്വപ്നങ്ങളും നേടി വലിയ സന്തോഷത്തോടെ ജീവിക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ബിഹഖി നബിയിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. താങ്ക് യു.